നമസ്കാരം. വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. 2026 ജൂൺ 2 മുതൽ മീനം രാശിക്ക് മീനം രാശിക്കും മീനം ലഗ്നത്തിനും ഏകദേശം ഒരു വർഷം നേട്ടങ്ങളുടെ കാലഘട്ടമാണ്. മീനരാശി എന്ന് പറയുമ്പോൾ പൂരിട്ടാതി അവസാന പാദം, ഉത്രട്ടാതി, രേവതി. മീനരാശിക്ക് കുറേ കാലമായിട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്ന കാലഘട്ടമാണ്. അതൊക്കെ അങ്ങോട്ട് മാറി ഭാഗ്യകാലത്തിലോട്ട് അതൊരു ചുവട് വെക്കുകയാണ്. അതായത് നിങ്ങൾക്കറിയാം, ജൂൺ 2-ന് 2026 ജൂൺ 2-ന് വെളുപ്പിന് 1:48 AM ഉച്ചരാശിയായ കർക്കിടകത്തിൽ ഹംസയോഗത്തോടുകൂടി വ്യാഴം രാശി മാറുന്നു. അത് മീനം രാശിയുടെ 5-ാം ഭാവത്തിലേക്കാണ്. ഇത് കൂടാതെ ഇപ്പോൾ ജൂൺ 2-ൻ്റെ ഗ്രഹനില എടുക്കുമ്പോൾ സൂര്യൻ, ബുധൻ, ശുക്രൻ, വ്യാഴം, ശുകി ഇതെല്ലാം ഡയറക്റ്റായിട്ട് അനുകൂലമാണ്. പിന്നെ ചന്ദ്രനും കൂടെ വരുമ്പോൾ അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളിലേക്ക് മാറും. പിന്നെ തീർച്ചയായിട്ടും ഏകദേശം ഒരു വർഷക്കാലം, 1.5 വർഷത്തോളം ശനി ജന്മശനിയായിട്ട് തുടരും. അത് നിങ്ങൾ പറ്റുമെങ്കിൽ എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിൽ, അതുപോലെ തന്നെ സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക. അത് മാത്രമല്ല, ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. ശിവന് ജലധാര, അയ്യപ്പന് നീരാഞ്ജനം, ശനിക്ക് എള്ളുവിളക്ക് അല്ലെങ്കിൽ അർച്ചന. കൂടാതെ സർപ്പം, രാഹു പ്രതികൂലമായിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത് 12-ാം ഭാവത്തിൽ വ്യവസ്ഥാനത്ത്. പക്ഷേ അത് ഡിസംബർ 5 ആകുമ്പോൾ ലാഭസ്ഥാനത്തേക്ക് വരും. അപ്പോൾ അത് ഭാഗ്യപരീക്ഷങ്ങളിൽ സാധ്യതയാണ്, അപ്രതീക്ഷിത ധനലാഭം. പിന്നെ ഈ വ്യാഴം അനുകൂലമാകുമ്പോൾ 5-ാം ഭാവത്തിൽ വ്യാഴം അനുകൂലമാവും. നിരവധി നേട്ടങ്ങളുണ്ട്. അതിൽ പ്രധാന നേട്ടമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാമ്പത്യ ജീവിതം ഊഷ്മളമാവും. അതുപോലെ തന്നെ പ്രണയിക്കുന്നവർക്ക് പ്രണയ സാഫല്യം ഉണ്ടാവും. അതുപോലെ തന്നെ വിവാഹ കാത്തു നിൽക്കുന്ന യുവതിയുവാക്കൾക്ക് നേട്ടമുണ്ടാവും. പിന്നെ ഭൗതിക സുഖങ്ങൾ, വ്യാഴം നൽകുന്ന ഭൗതിക സുഖങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാം. ഗൃഹലാഭം, വാഹനലാഭം, വസ്ത്രലാഭം, ആഭരണ ലാഭം, അതുപോലെ ഇഷ്ട ഭക്ഷണ സമൃദ്ധി, അങ്ങനെ ഭൗതിക സുഖങ്ങളെല്ലാം നല്ല രീതിയിൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോവുകയാണ്. പിന്നെ തീർച്ചയായിട്ടും അതിഭീമമായ ധനവരവ്. ഓക്കെ, അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് ഈ തുടക്കകാലത്ത്, അതായത് ജൂൺ 2 മുതൽ വ്യാഴം മാറുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള ഗ്രഹനില എടുക്കുമ്പോൾ അതിനകത്ത് സൂര്യൻ അനുകൂലമാണ്. സൂര്യൻ അനുകൂലമാകുമ്പോൾ നിങ്ങൾക്ക് തൊഴിൽ ലാഭം, അതുപോലെ തന്നെ പിതൃഗുണം, സന്താന നേട്ടം ഇവയൊക്കെ ഉണ്ടാവും. കൂടാതെ ശുക്രനും ബുധനും അനുകൂലമാണ്. അപ്പോൾ കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഒക്കെ ഉയർച്ച ഉണ്ടാവും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ് ഉണ്ടാവും. കൂടാതെ നിങ്ങൾക്ക് ഈ ജൂൺ 2-ന് ഉള്ള അവസ്ഥ അനുസരിച്ച് ശിഖി അഥവാ കേതുവും അനുകൂലമാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, അതായത് ഡിസംബർ 5-ന് സർപ്പവും നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരുന്നു. ഓക്കെ, അപ്പോൾ ഇത് വ്യാഴം മാറുന്നത് ഏകദേശം ഒരു വർഷത്തേക്കാണ്. അപ്പോൾ ഒരു വലിയ കാലഘട്ടം നിങ്ങൾക്ക് തുറന്നു കിട്ടുകയാണ്. നേട്ടങ്ങളുടെ ആയിട്ടുള്ള ഒരു കാലഘട്ടം വരികയാണ്. അത് ബുദ്ധിപൂർവം, കൗശലപൂർവം, വിവേകപൂർവം നിങ്ങളത് യൂട്ടിലൈസ് ചെയ്യണം. ഇതുപോലൊക്കെയുള്ള അവസരങ്ങൾ എല്ലായ്പ്പോഴും കിട്ടത്തില്ല. അപ്പോൾ 5-ാം ഭാവത്തിൽ വ്യാഴം വരുന്നു, നേട്ടമാണ്. കൂടാതെ മറ്റ് ഗ്രഹങ്ങൾ ഈ കാലയളവിൽ, ഈ 365 ദിവസങ്ങൾക്കിടയിൽ നിരവധി തവണ പല ഗ്രഹങ്ങളും അനുകൂലമായിട്ട് വന്നു പോവും. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് നേട്ടങ്ങൾ തരികയാണ്.
നേട്ടങ്ങളെന്ന് പറയുന്നത് പണം മാത്രമല്ല, സമ്പത്ത്, നിരവധി രൂപങ്ങൾ സമ്പത്തിനുണ്ട്. ഓക്കെ, അപ്പോൾ അതെല്ലാം തന്നെ നിങ്ങൾക്ക് ലഭിക്കാൻ പോവുകയാണ്. ഇനിയിപ്പോൾ ഏകദേശം മെയ് 11 ചൊവ്വ മാറുന്നുണ്ട്. അത് നിങ്ങളുടെ ധനസ്ഥാനത്തേക്കാണ്. കാര്യമായ നേട്ടമൊന്നുമില്ല എന്നാൽ തന്നെയും ജൂൺ 20 മുതൽ നിങ്ങൾക്ക് ചൊവ്വ 3-ാം ഭാവത്തിൽ അനുകൂലമായിട്ട് വരും. അപ്പോൾ ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടം, പിതൃസ്വത്ത് ലഭിക്കാം, അതുപോലെ തന്നെ രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഒക്കെ ഉയർച്ച. അത് ഒരു 45 ദിവസത്തേക്കാണ് ചൊവ്വ അനുകൂലമായിട്ട് വരുന്നത്. അപ്പോൾ അങ്ങനെ നിരത്തിപ്പിടിച്ച് സൗഭാഗ്യങ്ങളുടെ ഒരു ഘോഷയാത്ര മീനം രാശിക്കാർക്ക് പ്രതീക്ഷിക്കാം. ഏകദേശം 1 വർഷം. അതായത് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ മീനരാശിക്ക് ഈ അഷ്ടമശനിയും 7-ാം ഭാവത്തിൽ ശനിയും, അതുപോലെ തന്നെ ജന്മത്തിൽ 12-ാം ഭാവത്തിൽ വ്യവസ്ഥാനത്ത് ശനിയും, അതിന് ശേഷം ഇപ്പോൾ ജന്മശനിയും, അത് കൂടാതെ ശനി 2-ാം ഭാവത്തിലുമൊക്കെ വരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഒരു 1.25 വർഷം കൂടി കഴിയുമ്പോൾ ശനി അതിൻ്റെ ജന്മശനി എന്നുള്ള ഇത് മാറും. അപ്പോൾ 7 ശനി അത് ഉണ്ട്. അപ്പോൾ ശനിയുടെ ദോഷം ഏതാണ്ട് അതുപോലൊക്കെ തന്നെ നിൽക്കും. എന്നാലും വ്യാഴം 1 വർഷക്കാലം നിങ്ങൾക്ക് നേട്ടങ്ങൾ പകർന്നു തരും. അത് കൂടാതെ ഈ കാലയളവിൽ നിങ്ങൾക്ക് മറ്റ് ഗ്രഹങ്ങളുടെ ആനുകൂല്യങ്ങളും കിട്ടും. പിന്നെ ഇതൊക്കെ പറഞ്ഞു തരുന്നതിന് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ജ്യോതിഷപരമായ സംശയങ്ങൾക്ക് നിങ്ങൾ വാട്സാപ്പിലൂടെ കോൺടാക്റ്റ് ചെയ്യുക. ഫോൺ വിളിക്കരുത്, പകരം വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കുക. എൻ്റെ വാട്സാപ്പ് നമ്പർ 9847291363. വെളിച്ചം ചാനലിലെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം, സർവവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ, അപ്രതീക്ഷിത ധനലാഭങ്ങൾ, അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം, ശുഭദിനം.